ജെൻസി റവല്യൂഷൻ. അതെ, ഒരു രാജ്യത്തെ യുവതി-യുവാക്കൾ ഒന്നാകെ തെരുവിൽ സമരത്തിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട സമൂഹ മാധ്യമങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം. നേപ്പാളിലെ തെരുവുകൾ യുവത്വം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട് മുഖരിതമാണ്. നേപ്പാളിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ലക്ഷക്കണക്കിന് യുവതി-യുവാക്കളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത്. കാഠ്മണ്ഡു അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു. സംഘർഷത്തിൽ 100ഓളം പേർക്ക് പരിക്കേറ്റു. നിരവധി പേർക്ക് ജീവനും നഷ്ടപ്പെട്ടു. എപ്പോഴാണ് ആരാണ് ഈ പ്രതിഷേധം തുടങ്ങി വെച്ചത് എന്ന് അവ്യക്തമാണെങ്കിലും പ്രതിഷേധം വളരെ പെട്ടെന്ന് തന്നെ കത്തിപ്പടരുകയായിരുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് അടക്കമുള്ള 26 സമൂഹ മാധ്യമങ്ങളെ നിരോധിച്ചതാണ് നേപ്പാളിൽ പ്രതിഷേധം കത്തിപ്പടരാൻ കാരണമായത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT വകുപ്പിന് കീഴെ രജിസ്റ്റർ ചെയ്തില്ല എന്നതാണ് ഇവയെ നിരോധിക്കാൻ കാരണം. ഒരാഴ്ച സമയം നൽകിയെങ്കിലും കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് ഇക്കണ്ട സംഘർഷങ്ങൾക്കെല്ലാം വഴിവെച്ചത്. എന്നാൽ ഈ പ്രതിഷേധത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് സർക്കാരിനെതിരായ മുദ്രാവാക്യങ്ങൾ കൂടിയാണ്. പല കാര്യങ്ങളിൽ പല കാലങ്ങളായി സർക്കാരിനെതിരെ നിന്ന അസ്വസ്ഥതകളാണ് ഇപ്പോൾ വമ്പൻ പ്രതിഷേധമായി ആണാപൊട്ടി ഒഴുകിയിരിക്കുന്നത്. അഴിമതി, സ്വേച്ഛാധിപത്യം, നേതൃത്വത്തിലെ ഉത്തരവാദിത്തമില്ലായ്മ എന്നിവയ്ക്കെതിരെയും നേപ്പാളിൽ യുവതി-യുവാക്കൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളില്ലാതെ ഈ കാലഘട്ടമില്ല എന്ന് അവകാശപ്പെടുന്ന പുതുതലമുറ നേപ്പാൾ സർക്കാരിന്റെ ഈ നീക്കത്തെ ഒട്ടും ഉൾക്കൊണ്ടില്ല എന്നത് മാത്രമല്ല, തലസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പാർലമെന്റ് വളയുകയും പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ ഭരണകൂടം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയാണെന്നും പൊതുജനങ്ങളുടെ ആശങ്കകളെ അവഗണിക്കുകയാണെന്നും ഒക്കെ പറയുകയാണ്. ആപ്പുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ 7 ദിവസത്തെ സമയം അനുവദിച്ചെങ്കിലും കമ്പനികൾ അത് പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്നാണ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ വാദം. ഇതിന് പിന്നാലെയാണ് നിരോധനം നിലവിൽ വന്നതും. പ്രതിഷേധം ശക്തമാവുകയും യുവാക്കളെ നിലയ്ക്ക് നിർത്താൻ സാധിക്കില്ല എന്നും മനസ്സിലാക്കി പ്രക്ഷോഭം നേരിടാൻ പട്ടാളത്തെ ഇറക്കാനുള്ള തീരുമാനത്തിലാണ് നേപ്പാൾ സർക്കാർ ഇപ്പോൾ. എന്നാലും തങ്ങളുടെ അവകാശങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്നും അഴിമതിയും ദുർഭരണവും മൂടിവെക്കാനാണ് സോഷ്യൽ മീഡിയ നിരോധനമെന്നുമാണ് നേപ്പാളിലെ ചെറുപ്പക്കാർ പറയുന്നത്.